നമ്മളെ ഒരു റിലീഫ് തരാതെ ഇരിക്കാൻ കഴിയില്ല. സുപ്രീം കോടതി നിയമത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത നീതിപീഠം എന്ന നിലക്ക് അതിൽ നമുക്ക് പ്രതീക്ഷ അതിനു മുമ്പേ ഉണ്ട്. കേരളത്തിലെ വിധി, ഹൈക്കോടതിയിലെ വിധി സത്യത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. ആക്ടിലും റൂളിലൊന്നും ഇല്ലാത്തൊരു സംഗതി വെറുതെ ഓപ്പണായിട്ട് അങ്ങ് പറയായിരുന്നു. അവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടൊരു സംഗതി ഷോൺ ജോർജിന്റെ പരാതിയാണ്. ഷോൺ ജോർജിന്റെ പരാതിയിൽ 2 നോൺ മുസ്ലിങ്ങളെ അപ്പോയിന്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് ഇൻവാൽവ് ചെയ്യണം, ബോർഡിനെ പിരിച്ചിടണം എന്നായിരുന്നു പരാതി. പക്ഷേ വകുപ്പിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും 1, 2, 3, 4 ആളുകൾ അംഗങ്ങൾ കുറഞ്ഞാലും ബോർഡിന്റെ ഫംഗ്ഷനെ അത് ബാധിക്കുകയില്ല എന്നും ബോർഡിന്റെ തീരുമാനങ്ങളെ അത് സ്വാധീനിക്കില്ലെന്നും എന്ത് വന്നാലും ബോർഡ് പ്രവർത്തന സജ്ജമാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യേണ്ടത് സർക്കാരാണ്. ആ സർക്കാർ തന്നെ നോമിനേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കോടതിയുടെ മുമ്പിൽ പോയി നിൽക്കുന്ന ഒരു വൈപരീത്യം, ഒരു വിരോധാഭാസം കൂടി ഇതിൽ കാണുകയുണ്ടായി. മറ്റൊന്ന്, അത് വേണമെങ്കിൽ അവർക്ക് സർക്കാർ നോമിനേറ്റ് ചെയ്താൽ മതിയല്ലോ. അത് അധികാരമുള്ള സർക്കാരല്ലേ, അവരല്ലേ നോമിനേറ്റ് ചെയ്യേണ്ടത്. ബോർഡ് എന്ത് പഴച്ചു? പിന്നെ കോടതിക്ക് അധികാരം ആക്ടിനെ വ്യാഖ്യാനിക്കലാണ്, ആക്ട് അനുസരിച്ച് വിധി പറയലാണ്. ഇത് ആക്ടിന് വിരുദ്ധമാണ് കോടതി പറഞ്ഞത് മുഴുവനും. ഏത് സാഹചര്യത്തിൽ എങ്ങനെ ചെയ്യണമെന്നുള്ളത് വ്യക്തമായി ഉമീദ് ആക്ടിൽ 2025 വഖഫ് അമെന്റ്മെന്റ് ആക്ടിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ആ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടുള്ള വിധിയാണത്. ആ വിധിയാണ് ഞങ്ങളിവിടെ ചോദ്യം ചെയ്തിട്ടുള്ളത്. യഥാർത്ഥ നിലവിൽ വഖഫ് ബോർഡിന് പ്രവർത്തിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷേ നിയമത്തെ ഇങ്ങനെ കാറ്റിൽ പറത്തിക്കൊണ്ട് ചവിട്ടി മതിക്കുന്നു എന്നത് ജനാധിപത്യത്തിനും നമ്മുടെ നിയമവ്യവസ്ഥയോടുമുള്ള വെല്ലുവിളി ആയതുകൊണ്ടാണ് അതിനെ നമ്മൾ ചാലഞ്ച് ചെയ്യുന്നത്. ചെറിയ കൺട്രോൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. മറ്റൊരു കാര്യം, ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ മുസ്ലിം സമുദായത്തോട് കടുത്ത വഞ്ചനയാണ് ഈ കാര്യത്തിൽ ചെയ്തത്. ഇത്രയും വലിയ വഞ്ചകരെ ഇനി കാണാനുണ്ടോ? ഇതേ സുപ്രീം കോടതിയിൽ 2 നോൺ മുസ്ലിങ്ങളെ അപ്പോയിന്റ് ചെയ്യുന്നതിനെതിരെ കേസ് ഫയൽ ചെയ്യുകയും ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യാണ്. ആ സമയത്താണ് 2 നോൺ മുസ്ലിങ്ങളെ അപ്പോയിന്റ് ചെയ്തിട്ടില്ലാത്ത കാരണം കൊണ്ട് ബോർഡ് പിരിച്ചുവിടണമെന്ന BJP നേതാവിന്റെ റിട്ടില് ലീഗ് അടക്കം നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് നേരിട്ട് കോടതിയിൽ പോയി അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. മറ്റൊരു ദുഃഖകരമായ സംഭവം, അവിടെ സുപ്രീം കോടതി ഹൈക്കോടതിയുടെ ബഹുമാന്യനായ ചീഫ് ജസ്റ്റിസ് ചോദിക്കുന്നുണ്ട്, AGയോട് ചോദിക്കുന്നുണ്ട്, അഡ്വക്കേറ്റ് ജനറലോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പെറ്റീഷനെ സപ്പോർട്ട് ചെയ്യുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. യെസ്, വി ആർ സപ്പോർട്ടിംഗ് ദ പെറ്റീഷൻ എന്ന് BJPയുടെ നേതാവ് ഫയൽ ചെയ്ത 2 നോൺ മുസ്ലിങ്ങളെ അപ്പോയിന്റ് ചെയ്യാത്ത കാരണം കൊണ്ട് ബോർഡ് പിരിച്ചുവിടണമെന്ന ആ റെറ്റില് ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് എന്ന് ലീഗ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ ഗവൺമെന്റ് നേരെ ഹൈക്കോടതിയിൽ പരസ്യമായി നിലപാടെടുക്കുകയാണ്. മറ്റൊരു വിരോധാഭാസം, ഇതേ ഏജ് തന്നെ റിട്ടൺ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, അഫിഡവിറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഇത് ഡിസ്മിസ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ രേഖാമൂലം കൊടുക്കുകയും വെർബലി ഓപ്പൺ കോർട്ടിൽ പോയി എതിര് പറയുകയും ചെയ്യുക എന്നത് ഏജിയുടെ നിലവാരത്തിന് യോജിച്ചതായിരുന്നില്ല, ഗവൺമെന്റിന്റെ നിലവാരത്തിന് യോജിച്ചതായിരുന്നില്ല. അതൊരു തരം സ്ട്രീറ്റിലെ കളികൾ മാത്രമായി ബഹുമാനപ്പെട്ട നിയമവ്യവസ്ഥയെ ഇവർ മാറ്റിക്കളഞ്ഞു. അതുകൊണ്ടുകൂടിയാണ് അതിനെ ഞങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുള്ളത്. ഈ വിധി തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഇതിനെ മാറ്റിക്കൊണ്ടുള്ള വിധി, സ്റ്റേ ചെയ്തുകൊണ്ടുള്ള വിധി വരും.